ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ബാക്കി പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലൊരു ഫസ്റ്റ് ഒരു പ്രോബ്ലം നോക്കി. എക്സ് പ്ലസ് റൂട്ട് 3 ഇൻറ്റു കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻ ദി ഫോം ആർ ഇൻറ്റു സൈൻ എസ് പ്ലസ് ആൽഫ. ഈ ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന റൂട്ട് 3 കോസ് എസ് പ്ലസ് സൈൻ എക്സിനെ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്താണ് ഇത് തന്നെ എടുക്കാം. ആർ ഇൻറ്റു സൈൻ എക്സ് പ്ലസ് ആൽഫ ദാറ്റ് ഇസ് ഈക്വൽ ടു അതെന്തിന് ഇക്വലൻ്റ് ആണ്ട? അത് റൂട്ട് 3 ഇൻറ്റു കോസ് എസ് പ്ലസ് സൈൻ എക്സിന് എന്താണ്ട? ഇക്വലൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആറിൻ്റെ വാല്യൂ വേണം. ആർ എന്താണെന്ന് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അതുപോലെ കണ്ടുപിടിക്കേണ്ട ഒരാളാണ് ആര്? ആൽഫ. ആൽഫയുടെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാം. നമുക്ക് ആറും ആൽഫയും ആണ് വേണ്ടത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആർ ഇൻറ്റു സൈൻ എസ് പ്ലസ് ആൽഫ. സൈൻ എസ് പ്ലസ് എന്താണ്ട? സൈൻ എക്സ് കോസ് വൈ. അപ്പോൾ സൈൻ എക്സ് കോസ് വൈക്ക് വരാറാണ് കോസ് ആൽഫ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. കോസ് എക്സ് സൈൻ വൈക്ക് വരാറാണ് അവിടെ ആൽഫയാണ് ഈക്വൽ ടു റൂട്ട് 3 കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. നമുക്ക് ആറിന് ഇതിനകത്ത് രണ്ട് ടേം ഉണ്ടല്ലേ? ഏതൊക്കെയാണ് രണ്ട് ടേം? ഇതൊരു ടേം, ഇതൊരു ടേം. ഈ രണ്ട് ടേമുമായിട്ട് നമ്മൾ ആറ് ഇൻറ്റു ചെയ്യണം, ആറിന് എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ ആർ ഇൻറ്റു സൈൻ എക്സ് കോസ് ആൽഫ എന്ത് കിട്ടും? ആർ കോസ് ആൽഫ. ആർ കോസ് ആൽഫ ഞാൻ ആദ്യം എഴുതണേ. കോസ് ആൽഫ സൈൻ എക്സ് പ്ലസ് അടുത്തത് എന്താണ്? വീണ്ടും ആർ സൈൻ ആൽഫ ഇൻറ്റു കോസ് എക്സ് ഈക്വൽ ടു റൂട്ട് 3 കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. നോക്കടാ, ഇതിപ്പോൾ സത്യത്തിൽ രണ്ടും ഇക്വലൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇക്വലൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയാനായിട്ട് കാരണം രണ്ടിൻ്റെയും സ്ട്രക്ചർ സെയിം ആണ്. ഇത് ഫുള്ള് ഇവിടെ ആർ കോസ് ആൽഫ ഇൻറ്റു സൈൻ എക്സ് ആണെങ്കിൽ ഇവിടെ റൂട്ട് 3 ഇൻറ്റു കോസ് എക്സ്. അതായത് ഇവിടെയും കോസ് എക്സ് ഉണ്ട്, ഇവിടെയും കോസ് എക്സ് ഉണ്ട്. ഇത് വേണം കേട്ടോ. ഇതും ഇതിന് മാച്ചായിട്ട് വരുന്ന ആരാണ്ട? ഇതാണ്. അതുപോലെ ഇതിന് മാച്ചായിട്ട് വരുന്ന ആരാണ്? ഇതാണ്. ഇങ്ങനെയാണ് എന്താ ആ ഒരു മാച്ചിങ് വരുന്നത്. അപ്പോൾ അത് വേണം നമ്മൾ എന്ത് ചെയ്യാനുള്ളത്? സെലക്ട് ചെയ്ത് എടുക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സൈൻ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് നോക്കാം. രണ്ട് സ്ഥലത്തും വന്ന് രണ്ട് ഈക്വലാണ്. അങ്ങനെ രണ്ട് സൈഡിലും എന്താണ് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. അതായത് ഇവിടെ സൈൻ എക്സിൻ്റെ ഫ്രണ്ടിൽ ആരാണ്ട? ആർ കോസ് ആൽഫ. അപ്പോൾ ആർ കോസ് ആൽഫ ഈക്വൽ ടു ഇവിടെ സൈൻ എക്സിൻ്റെ ഫ്രണ്ടിൽ വേറെ നമ്പർ ഒന്നുമില്ല, നമുക്ക് എന്തായാലും എടുക്കാം? 1 ആയിട്ട് എടുക്കാം. അപ്പോൾ ആർ കോസ് ആൽഫയുടെ വാല്യൂ എത്രയുണ്ട? 1. ആർ കോസ് ആൽഫ ഈക്വൽ ടു എന്താണ്? നമുക്ക് 1 എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ എന്താണ്? ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് രണ്ടാമത് എന്താണ്? ഇവിടുത്തെ ടേം എടുക്കാം. കോസ് എക്സിൻ്റെ ഫ്രണ്ടിൽ ആരാണ്ട? ആർ സൈൻ ആൽഫയാണ്. ഇവിടെ കോസ് എക്സിൻ്റെ ഫ്രണ്ടിൽ ആരാണത്? റൂട്ട് 3 ആണ്. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. ആർ സൈൻ ആൽഫ എന്ന് പറഞ്ഞ ആരാണ്? അത് റൂട്ട് 3 ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് എന്തൊക്കെ വേണം? ഇവിടെ ആൽഫയും വേണം, അതുപോലെ എന്ത് ചെയ്യണം? ആറും കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് രണ്ട് മെത്തേഡുണ്ട്. ആറ് കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡ്, അതുപോലെ എന്താണ് ആൽഫ കണ്ടുപിടിക്കാൻ മറ്റൊരു മെത്തേഡ്. നമുക്ക് ഇവിടെ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് സ്ക്വയറിങ് ആൻഡ് ആഡിങ് 1 ആൻഡ് 2. അതായത് എന്താണ്? ഈ 1ഉം 2 ഇക്വേഷനെ സ്ക്വയറും ചെയ്യണം, അതേസമയം എന്ത് ചെയ്യണം? ആഡ് ചെയ്യുകയും വേണം. അപ്പോൾ എന്താണ്? നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. എന്താണ്? സ്ക്വയറിങ് ആൻഡ് ആഡിങ്. സ്ക്വയറിങ് ആൻഡ് ആഡിങ്. ഇപ്പോൾ ഇതിനെ സ്ക്വയറും ചെയ്യുമ്പോൾ എങ്ങനെ മാറും? ഇതെങ്ങനെ മാറും? ഈ ഒരു ഇക്വേഷൻ എങ്ങനെ മാറും? ആർ സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ ഈക്വൽ ടു 1 സ്ക്വയർ എന്നത് എത്രയുണ്ട്? ആൻസർ 1. അതുപോലെ ആർ സൈൻ ആൽഫ, അതിൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആവും? ആർ സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ ഈക്വൽ ടു റൂട്ട് 3യുടെ സ്ക്വയർ എന്താണ്ട? 3 എന്നാവും. ഇനി നമ്മളത് രണ്ടും കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലെല്ലാം കൂടെ ആഡ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ ആരാണ്? ലെഫ്റ്റ് സൈഡിൽ ആർ സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ ഈക്വൽ ടു നമുക്ക് റൈറ്റ് സൈഡ് ആഡ് ചെയ്യാം. 1 + 3. ഇപ്പോൾ രണ്ട് ടേമിന് ഇവിടെ രണ്ട് ടേമുണ്ട്. രണ്ട് ടേമിനും കോമൺ ആയിട്ട് നമുക്ക് ആരെ പുറത്തെടുക്കാം? ആർ സ്ക്വയറിന് എന്ത് ചെയ്യാം? പുറത്തെടുക്കാം. അപ്പോൾ ആർ സ്ക്വയറിന് പുറത്തെടുക്കുമ്പോൾ ഇതിനകത്ത് പിന്നെ ബാക്കി ആരാണുള്ളത്? കോസ് സ്ക്വയർ ആൽഫ പ്ലസ് എന്താണ്ട? സൈൻ സ്ക്വയർ ആൽഫ ദാറ്റ് ഇസ് ഈക്വൽ ടു 1 + 3 എന്താണ്ട? 4 ആണ്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്? 1 അല്ലേ? അപ്പോൾ സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ ആൻസർ എന്താണ്ട? അതും 1 ആണ്. അപ്പോൾ ബാക്കി നമുക്ക് എന്ത് കിട്ടും? ആർ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് കിട്ടും.
അതായത് ആറിൻ്റെ വാല്യൂ എന്താണ്? സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ എന്താണ്ടാ? √4 അല്ലേ? √4ൻ്റെ വാല്യൂ എത്രയുണ്ടാ? +or-2. ഓക്കെ, പ്ലസ് അല്ലെങ്കിൽ -2. ഇവിടെ കൊണ്ട് തീരുന്നില്ല. നമുക്ക് 6 കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ആൽഫ വേണം. ആൽഫ വേണമെങ്കിൽ വളരെയധികം ഈസിയാണ്. ഇക്വേഷൻ നമ്പർ 2നെ എന്ത് ചെയ്യുക? 2നെ 1 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക. 2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആരാണ്? ലെഫ്റ്റ് സൈഡിൽ 2ൻ്റെ ലെഫ്റ്റ് സൈഡ് r സൈൻ തീറ്റയാണല്ലേ? അപ്പോൾ r സൈൻ തീറ്റ അല്ല, സൈൻ ആൽഫ. r സൈൻ ആൽഫ ബൈ ഒന്നാമത്തെ ലെഫ്റ്റ് സൈഡ് ആരാണ്? r കോസ് ആൽഫ. ദാറ്റ്സ് ഈക്വൽ ടു രണ്ടാമത്തിലെ റൈറ്റ് സൈഡിലുള്ളതാരാണ്? √3. ഒന്നാമത്തിലാണെങ്കിൽ അത് 1 ആണല്ലേ? ഇവിടെ ആറും ആറോടെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. സൈൻ ആൽഫ ബൈ കോസ് ആൽഫ എന്താ? ടാൻ ആൽഫ. ടാൻ ആൽഫ ഈക്വൽ ടു √3/1 എന്ന് തന്നെ വേണമെങ്കിൽ കൊടുക്കാം. എപ്പോഴാണ് ടാൻ്റെ വാല്യൂ √3 ആവുക? എപ്പോഴാണ് ടാൻ്റെ വാല്യൂ √3 ആവുക? അത് 60 ആകുമ്പോഴാണ്. ടാൻ 60 എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ 60 √3/1 ആണ്. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൽഫയുടെ വാല്യൂ എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി. അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ആറും ആൽഫയും കിട്ടിക്കഴിഞ്ഞു. നമുക്കിതിനെ എക്സ്പ്രസ് ചെയ്യേണ്ട രീതി എന്താണ്? r ഇൻറ്റു സൈൻ എസ് പ്ലസ് ആൽഫ മെത്തേഡ് അല്ലേ? അപ്പോൾ അങ്ങനെ ഇത് എഴുതുക. വീണ്ടും നമ്മൾ എടുത്ത് എഴുതുക. r ഇൻറ്റു ഇക്വേഷൻ എഴുതുക. r ഇൻറ്റു സൈൻ എക്സ് പ്ലസ് ആൽഫ. ഈ മെത്തേഡല്ലേ നമുക്ക് എഴുതേണ്ടത് അല്ലേ? r ഇൻറ്റു സൈൻ എക്സ് പ്ലസ് ആൽഫ. ദാറ്റ് ഈസ് ഈക്വൽ നമുക്ക് r എത്ര കിട്ടി? +or-2 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് ആൽഫ എന്ന് പറയുന്നത് എത്രയാണ്ട? 60. ഇത്രയേ ഉള്ളൂ. നമുക്ക് വേറെ എന്താണ് ഇതിനകത്തൊന്നും എഴുതാനില്ല. ഇത്രയേ ഉള്ളൂ. ഇതെന്താണ്? ഒരു മെത്തേഡ് ലെവൽ പ്രോബ്ലം ആണ് കേട്ടോ. അവിടെ അടുത്ത ദിവസം എനിക്ക് പ്രൂവ് ദാറ്റ് സൈൻ എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി ഈക്വൽ ടു സൈൻ എ പ്ലസ് കോസ് എ ഇൻറ്റു സൈൻ ബി പ്ലസ് കോസ് ബി നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. വളരെ ഈസിയാണ് കേട്ടോ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ 14ാമത്തെ ക്വസ്റ്റ്യനാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് ആദ്യം LHS പാർട്ട് എടുക്കാം. ഇതിൽ LHS പാർട്ടാണ്. LHS ഈക്വൽ ടു സൈൻ എ പ്ലസ് ബി പ്ലസ് എന്താണ്ടാ? കോസ് എ മൈനസ് ബി. നമുക്കിതിനെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാം. സൈൻ എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി പ്ലസ് കോസ് എ മൈനസ് ബി എന്ന് പറയുന്നത് എന്താണ്ടാ? കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് ആദ്യം ഈ സൈനയും കോസ് ബി. ഇവിടെയും എന്താണ്? ഇവിടെ ഉള്ളത് സൈൻ എ സൈൻ ബി. കണ്ടോ? ആ രണ്ടിനെയും കൂടെ ഒരുമിച്ച് എഴുതണേ. സൈൻ എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. ബാക്കിയുള്ളതാരാണ്? ഇനിയുള്ള എന്താണ്? രണ്ട് ടേംസ് ആരൊക്കെയാണ്? കോസ് എ സൈൻ ബിയും കോസ് എ കോസ് ബി. അതിനെ ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് എഴുതുകയാണ്. ഓക്കെ, കോസ് എ സൈൻ ബി പ്ലസ് കോസ് എ കോസ് ബി. ദാറ്റ്സ് ഈക്വൽ ടു ആദ്യത്തെ ഈ രണ്ട് ടേമിൽ നിന്ന് ഞാൻ ആദ്യം ആരെ പുറത്തെടുക്കുകയാണ്? ഈ സൈൻ എ എന്ത് ചെയ്യാണ്? പുറത്തെടുക്കുകയാണ്. സൈൻ എ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സൈൻ എ പുറത്തുനിന്ന് അവൻ്റെ ബാക്കിനകത്ത് ആരേ ഉള്ളൂ? കോസ് ബി അല്ലേ? കോസ് ബി പ്ലസ് ഇവിടെ നിന്ന് സൈൻ എ പുറത്ത് വരും. ബാക്കി അവിടെ ആരേ ഉള്ളൂ? സൈൻ ബി പ്ലസ് ഇവിടെ ഞാൻ പുറത്തെടുക്കാനായിട്ട് പോകുന്നത് നമുക്ക് ആരെ പുറത്തെടുക്കാൻ പറ്റും? കോസ് എ. രണ്ടിലും കോസ് എ ഉണ്ടല്ലേ? കോസ് എ നമുക്ക് എന്ത് ചെയ്യാൻ? പുറത്തെടുക്കാം. അപ്പോൾ കോസ് എ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സൈൻ ബി പ്ലസ് കോസ് ബി. ഇവിടെ മെയിനായിട്ട് രണ്ട് ടേമുകൾ. ഇത് ഇത്ര ഒരു ടേം, ഇത് ഇത്ര എന്താണ്? മറ്റൊരു ടേം. ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ടുള്ളൊരു കാര്യം നോക്കിക്കേ. ഈ കോസ് ബി പ്ലസ് സൈൻ ബി അത് തന്നെയല്ലേ ഇവിടെ കിടക്കുന്ന സൈൻ ബി പ്ലസ് കോസ് ബി എന്ന് പറയുന്നത്. രണ്ടും എന്തിനാണ്? സെയിം തന്നെയാണ്. ഇവിടെയും സൈൻ ബി ഉണ്ട്, ഇവിടെയും സൈൻ ബി ഉണ്ട്. ഇവിടെയും കോസ് ബി ഉണ്ട്, ഇവിടെയും കോസ് ബി ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? രണ്ടിനും കൂടെ ആരെ പുറത്തെടുക്കാം? സൈൻ ബി പ്ലസ് കോസ് ബി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? അതിനെ പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സൈൻ ബി അല്ലേ? സൈൻ ബി പ്ലസ് കോസ് ബി എന്ത് ചെയ്തു? പുറത്തെടുത്തു. പിന്നെ ഇനി ഇവിടെ ആരേ ഉള്ളൂ? ഇവിടെ നിന്ന് ഇത് പോയി. പിന്നെ ബാക്കി ഇവിടെ ആരേ ഉള്ളൂ? സൈൻ എ പ്ലസ് ഇനി ഇവിടെ ആരേ ഉള്ളൂ? ഇവിടെ കോസ് എ. സൈൻ എ പ്ലസ് എന്താണ്? കോസ് എ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? RHS. അടുത്ത ദിവസം പ്രൂവ് ദാറ്റ്
സൈൻ എ പ്ലസ് ബി ഇൻറ്റു സൈൻ എ മൈനസ് ബി ഈക്വൽ ടു കോസ് സ്ക്വയർ ബി മൈനസ് കോസ് സ്ക്വയർ എ നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് LHS പാർട്ട് എടുക്കാം. ഇതിൽ LHS പാർട്ടാണ് LHS ഈക്വൽ ടു സൈൻ എ പ്ലസ് ബി ഇൻറ്റു സൈൻ എ മൈനസ് ബി. അപ്പോൾ സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എ കോസ് ബി അല്ലേ? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ഇൻറ്റു സൈൻ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? സൈൻ എ കോസ് ബി പ്ലസ് അത് മൈനസ് വരില്ലേ? മൈനസ് കോസ് എ സൈൻ ബി എന്ന് വരും. അപ്പം ഇതെല്ലാം ഒരേ സെയിം സാധനമാണ്. അത് അവിടെ നോക്ക്. സൈൻ എ കോസ് ബി, സൈൻ എ കോസ് ബി, കോസ് എ സൈൻ ബി, കോസ് എ സൈൻ ബി. ഇത് എ ആണെങ്കിൽ ഇതും എ, ഇത് ബി ആണെങ്കിൽ ഇതും ബി. അപ്പം പഠിച്ചിട്ടുണ്ട് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ആൻസർ എന്താണ്ടാ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്ത് തന്നെ വരും? ഇതിൻ്റെ ആൻസർ എങ്ങനെ വരും? എക്ക് വരെ കിടക്കുന്ന സൈൻ എ കോസ് ബി ഓൾ സ്ക്വയർ മൈനസ് ബിക്ക് വരെ കിടക്കുന്ന ആരാണ്? ബിക്ക് വരെ കോസ് എ സൈൻ ബി ഓൾ സ്ക്വയർ. സ്ക്വയർ ആദ്യത്തേക്ക് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? സൈൻ സ്ക്വയർ എ, സൈൻ എന്ത് ചെയ്യും? സ്ക്വയർ കൊടുക്കും. അതുപോലെ കോസിന് കൊടുക്കുമല്ലോ. അപ്പോൾ കോസ് സ്ക്വയർ ബി മൈനസ് എന്താണ്? ഇവിടെ അതുപോലെ കോസ് സ്ക്വയർ എ ഇൻറ്റു സൈൻ സ്ക്വയർ ബി. നമ്മുടെ RHS പാർട്ടിൽ ഞങ്ങൾ നോക്കിയാൽ എല്ലാം കോസിന് ടേബിളാണല്ലേ? നമുക്കിവിടെ ഈ സൈൻ സ്ക്വയർ എയും അതുപോലെ സൈൻ സ്ക്വയർ ബി എയും നമുക്ക് എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം. സൈൻ സ്ക്വയർ എ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും? നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് അല്ലേ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്ടാ? 1 അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന് സൈൻ സ്ക്വയർ തീറ്റ എന്തായിരിക്കും? സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു ഐഡൻറ്റി ഇവിടെ അങ്ങ് യൂസ് ചെയ്യാം. ഇവിടെ അത് യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സൈൻ സ്ക്വയർ എക്ക് നമ്മൾ ആരെ കൊടുക്കും? 1 മൈനസ് കോസ് സ്ക്വയർ എ എന്ന് കൊടുക്കും. 1 മൈനസ് കോസ് സ്ക്വയർ എ ഇൻറ്റു കോസ് സ്ക്വയർ ബി മൈനസ് കോസ് സ്ക്വയർ എ അങ്ങനെ തന്നെ വെച്ചേക്കും ഇൻറ്റു സൈൻ സ്ക്വയർ ബിക്ക് നമ്മൾ എന്ത് കൊടുക്കും? 1 മൈനസ് കോസ് സ്ക്വയർ ബി എന്ന് കൊടുക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ കോസ് സ്ക്വയർ ബി എന്ത് ചെയ്യാം? അകത്തേക്ക് എന്ത് ചെയ്യാം? അപ്പോൾ കോസ് സ്ക്വയർ ബി ഇൻറ്റു 1, കോസ് സ്ക്വയർ ബി ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ എന്താണ് ആൻസർ? കോസ് സ്ക്വയർ ബി ഇൻറ്റു 1 എന്താണ് ആൻസർ? കോസ് സ്ക്വയർ ബി മൈനസ് അടുത്ത കോസ് സ്ക്വയർ ബി ഇൻറ്റു കോസ് സ്ക്വയർ എന്ത് കിട്ടും ആൻസർ? കോസ് സ്ക്വയർ എ ഇൻറ്റു കോസ് സ്ക്വയർ ബി. അടുത്ത മൈനസ് കോസ് സ്ക്വയർ എ കൊണ്ടാണ് ഇൻറ്റു ചെയ്യുക. മൈനസ് കോസ് സ്ക്വയർ എ ഇൻറ്റു 1 എന്താണ് ആൻസർ? മൈനസ് കോസ് സ്ക്വയർ എ. അടുത്ത മൈനസ് കോസ് സ്ക്വയർ എ ഇൻറ്റു മൈനസ് കോസ് സ്ക്വയർ ബി. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് അവിടെ പ്ലസ് ആവും. കോസ് സ്ക്വയർ എ ഇൻറ്റു എന്താണ്? കോസ് സ്ക്വയർ ബി എന്നാവും. ഇതെന്താണ്? ഒരേ സാധനവും ഡിഫറൻറ്റ് സിമ്പിളാണ്. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ബാക്കി ഫൈനൽ നമുക്ക് എന്ത് കിട്ടും ആൻസർ? ഇവിടെ കൊടുത്തിട്ടുള്ള പോലെ തന്നെ കോസ് സ്ക്വയർ ബി മൈനസ് അല്ലേ? കോസ് സ്ക്വയർ ബി മൈനസ് കോസ് സ്ക്വയർ എ എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? RHS. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രൂവ് ദാറ്റ് സൈൻ പൈ ബൈ 3 പ്ലസ് എ മൈനസ് സൈൻ പൈ ബൈ 3 മൈനസ് എ ഈക്വൽ ടു സൈൻ എ നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? നമുക്ക് LHS സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ LHS ഈക്വൽ ടു സൈൻ പൈ ബൈ 3 പ്ലസ് എ മൈനസ് സൈൻ പൈ ബൈ 3 മൈനസ് എ. ഇപ്പോൾ സൈൻ എക്സ് പ്ലസ് അല്ലെങ്കിൽ സൈൻ എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്ടാ? സൈൻ എ കോസ് ബി അല്ലേ? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി മൈനസ് സൈൻ എ മൈനസ് ബി. സൈൻ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്താ? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. നമ്മൾ ഇങ്ങനെ എഴുതിയ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഇതിലുള്ള ആൻസർ എല്ലാം എന്ത് ചെയ്യും? അങ്ങ് തെറ്റിപ്പോകും. ഇതിനൊരു പ്രശ്നമുണ്ട്. അതായത് മെയിൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ മൈനസ് കഴിഞ്ഞ്, അതായത് ഈ മെയിനായിട്ടുള്ള നമ്മുടെ ഈ ഒരു മൈനസ് കഴിഞ്ഞതിന് ശേഷം, അതായത് ഈ ഒരു മൈനസ് കഴിഞ്ഞതിന് ശേഷം ഒന്നിൽ കൂടുതൽ ടേം ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കണം? ബ്രാക്കറ്റ് കൊടുക്കണം. ഇവിടെ ഇതൊരു ടേമാണ്, ഇതൊരു ടേമാണ് അല്ലേ? അപ്പോൾ നമ്മളിവിടെ എന്തായാലും ഉറപ്പായിട്ട് ഈ മൈനസിന് ശേഷം ഇവിടെ എന്ത് കൊടുക്കണം? ബ്രാക്കറ്റ് കൊടുക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവിടുത്തെ ആൻസർ എന്ത് ചെയ്യും? ഫുള്ള് തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന് ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഇതിന് എന്ത് ചെയ്യണം? ഇതിന് ബ്രാക്കറ്റിൻ്റെ ആവശ്യം മസ്റ്റാണ്. കാരണം
മൈനസ് കഴിഞ്ഞതിന് ശേഷം ഒന്നിൽ കൂടുതൽ ടേം ആണെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കണം? ബ്രാക്കറ്റ് കൊടുക്കണം. കാരണം ഈ ബ്രാക്കറ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇതുള്ള ആൻസർ എല്ലാം എന്ത് ചെയ്യും? തെറ്റ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എന്ത് കൊടുക്കണം? ബ്രാക്കറ്റ് മസ്റ്റ്. അപ്പോൾ നമുക്ക് ഈ ബ്രാക്കറ്റ് ഇട്ടാൽ മാത്രം പോരെ, ബ്രാക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം അല്ലേ? അപ്പോൾ എങ്ങനെ റിമൂവ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ സൈൻ π/3 ഇൻറ്റു കോസ് എ പ്ലസ് കോസ് π/3 ഇൻറ്റു സൈൻ എ. ഈ മൈനസ് അത് കൊടുക്കുമ്പോൾ ഈ ടൈം എന്താവും? മൈനസ് തന്നെയാണ്. മൈനസ് സൈൻ π/3 കോസ് എ. ഈ മൈനസ് ഈ ടൈമിൽ എടുക്കുമ്പോൾ അവിടുത്തെ ഈ മൈനസ് എന്താവും? പ്ലസ് ആവും. പ്ലസ് കോസ് π/3 സൈൻ എ. നമുക്ക് നോക്കാം, മൈനസും പോസിറ്റീവും ഇതാ ഇവിടുത്തെ ഈ ഒരു ടേം കണ്ടോ? ഈ സൈൻ π/3 കോസ് എയും സൈൻ π/3 കോസ് എയും സെയിം ആണ്. പക്ഷേ എന്താണ് സിമ്പിൾ? ഇവിടെ പ്ലസ്, ഇവിടെ എന്താണ്? മൈനസും ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് എന്തും കൂടെ വാല്യൂ കൂടെ എന്ത് ചെയ്യാം? അങ്ങ് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് നോക്കാം. ഇത് ക്യാൻസൽ ചെയ്യാണ്. ഇതും കൂടെ എന്തായി പോവും? ക്യാൻസലായി പോവും. ബാക്കി കോസ് π/3 സൈൻ എയും കോസ് π/3 സൈൻ എയും ഇത് രണ്ടും സെയിം സാധനമല്ലേ? അപ്പോൾ എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 2x എന്ന് പറയും പോലെ ഇത് രണ്ടും സെയിം സാധനം ആയതുകൊണ്ട് നമ്മളതിനെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 കോസ് π/3 ഇൻറ്റു സൈൻ എ എന്ന് കിട്ടും. π/3 എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? 60 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 കോസ് 60. കോസ് 60യുടെ വാല്യൂ എത്രയാണ്? 1/2 ആണ്. അപ്പോൾ 2 ഇൻറ്റു 1/2 ഇൻറ്റു സൈൻ എ. നമുക്ക് ഈ 2 ഇവിടെ ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ആൻസർ സൈൻ എ എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. ഇതിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള RHS. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? RHS. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് രണ്ട് പാർട്ട് എന്ത് ചെയ്യാനുണ്ട്? സിംപ്ലസ്റ്റ് ഫോമിലോട്ട് എത്തിക്കാനായിട്ടുണ്ടേ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഫസ്റ്റത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഏതാണ്? ഇവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHS എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്? LHS. LHS എന്ന് പറഞ്ഞാൽ കോസ് എ മൈനസ് സൈൻ എ ബൈ എന്താണ്? കോസ് എ പ്ലസ് സൈൻ എ ആണ്. പക്ഷെ ഞാൻ ഇതിൽ എടുക്കാൻ പോകുന്നത് എന്താണ്? ഈ LHS പാർട്ട് എടുക്കുന്നില്ല. ഞാൻ പകരം എടുക്കാൻ പോകുന്നത്, എൻ്റെ ഒരു ഐഡിയയിൽ എനിക്ക് തോന്നുന്നത്, ഞാൻ RHS പാർട്ട് എടുത്ത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ RHS പാർട്ട് എടുത്തു കഴിഞ്ഞാൽ RHS പാർട്ട് ഇവിടെ ആണ്. RHS tan 45 മൈനസ് എ ആണല്ലേ? അപ്പോൾ tan 45 മൈനസ് എ എന്ന് പറയുന്നത് tan x മൈനസ് അല്ലെങ്കിൽ tan a മൈനസ് ബി എന്ന് പറയുന്നത് എന്താ? tan a. tan a എന്ന് പറയുമ്പോൾ എന്താണ്? tan 45 മൈനസ് tan b. tan ബിക്ക് ഒരു ഘടകം ആരാണ്? ഇവിടെ a ആണ്. ബൈ 1 പ്ലസ് tan a. അപ്പോൾ tan 45 ഇൻറ്റു tan b. tan ബിക്ക് ഒരു ആരാണ്? tan a ആണ്. ബാക്കി നമുക്ക് ചെയ്യാം. tan 45 വരും എന്താണ് ആൻസർ? 1 മൈനസ് tan a ബൈ 1 പ്ലസ് tan 45 വാല്യൂ 1 ആണ്. 1 ഇൻറ്റു tan നമുക്ക് എന്ത് കിട്ടും? ആൻസർ tan a എന്ന് തന്നെ കിട്ടും. പക്ഷേ ഇപ്പോഴും നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ ഒരു ഫോർമാറ്റിലേക്ക് എന്ത് ചെയ്തിട്ടില്ല? അത് വന്നിട്ടില്ല. ഞാൻ ഒരു ചെറിയ കാര്യം ചെയ്യാൻ പോവുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ഈ tan a എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ എ ബൈ കോസ് എ അല്ലേ? എനിക്ക് അങ്ങനെ എഴുതാമല്ലോ. ഇവിടെ ബൈ 1 എന്ന് കൊടുക്കുകയാണ്. താഴെയും 1നെ 1/1 പ്ലസ് tan a ഞാൻ എന്ത് ചെയ്യാണ്? സൈൻ എ ബൈ എന്താണ്? കോസ് എ എന്ന് എഴുതുകയാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്? ക്രോസ് ചെയ്യാണ്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു കോസ് എ 1 ഇൻറ്റു കോസ് എ എന്താണ്ടാ? കോസ് എ. കോസ് എ മൈനസ് 1 ഇൻറ്റു സൈൻ എ ആൻസർ എന്താണ്? സൈൻ എ ഓൾ ഡിവൈഡ് ബൈ 1 ഇൻറ്റു കോസ് എ എന്താണ്? കോസ് എ. ഇവിടെയും 1 ഇൻറ്റു കോസ് എ പ്ലസ് 1 ഇൻറ്റു സൈൻ എ ഓൾ ഡിവൈഡ് ബൈ 1 ഇൻറ്റു കോസ് എ എന്താണ്? കോസ് എ. ഇവിടുത്തെ ഈ ഒരു കോസ് എയും ഈ ഒരു കോസ് എയും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഫൈനൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കോസ് എ മൈനസ് സൈൻ എ ബൈ കോസ് എ പ്ലസ് സൈൻ എ എന്ന് കിട്ടി. നമുക്ക് നോക്കാം, നമ്മുടെ LHS പാർട്ട് ആരാണ്? ഇത് തന്നെയല്ലേ? കോസ് എ മൈനസ് സൈൻ എ ബൈ എന്താണ്? കോസ് എ പ്ലസ് സൈൻ എ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? LHS. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. LHSനെ സോൾവ് ചെയ്തൊരു ആൻസറിലോട്ട് കൊണ്ടെത്തിച്ചതിന് ശേഷം RHSനെ സോൾവ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ആൻസറിലേക്ക് കൊണ്ടെത്തിക്കാം. അങ്ങനെ ചെയ്യാം. അതായത് LHSനെ സോൾവ് ചെയ്ത് ഒരു ആൻസറിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അതുപോലെ RHSനെയും സോൾവ് ചെയ്ത് എന്താണ്? ആ ഒരു ഫോമിലേക്ക് കൊണ്ടെത്തിക്കുന്നു.
പക്ഷെ ഞാൻ ഇവിടുത്തെ ഈ പ്രോബ്ലത്തിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ടെസ്റ്റുകളിലൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ RFSൽ തുടങ്ങി എവിടേക്ക് കൊണ്ടെത്തിച്ചു? LHS പാത്തിലേക്ക് കൊണ്ടെത്തിച്ചു. നോർമൽ പ്രോബ്ലം എല്ലാം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? LHSൽ തുടങ്ങി എവിടെ കൊണ്ടെത്തിക്കും? RHSലെത്തിക്കും. ചില പ്രോബ്ലംസൊക്കെ എന്താണ്ട് റെയർ ആയിട്ട് ഈ ഫോമിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ചെയ്യാറുണ്ട്. അത് ക്വസ്റ്റ്യനെ എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. If a plus b equal to 45 degree, then show that 1 plus tan a into 1 plus tan b equal to 2 നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം നല്ലൊരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചേക്കണം കേട്ടോ എപ്പോഴും. നമുക്കൊരു കാര്യം ചെയ്യാം. a plus b equal to എന്താണ്? 45 ഡിഗ്രി. നമുക്ക് എന്താണ്? ആൻസറിലോട്ട് വരാം. അപ്പോൾ a plus b എന്ന് പറഞ്ഞാൽ എന്താണ്? 45 ഡിഗ്രി ആണല്ലേ? ഇതൊരു ഹിൻ്റാണ്. നമുക്ക് രണ്ടിടത്തും എടുത്ത് നോക്കാം? ടാൻ എടുത്ത് നോക്കാം. രണ്ടിടത്തും ടാൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ടാൻ a plus b equal to അപ്പുറത്തും എന്താവും? ടാൻ 45. ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. എക്സും വൈയും അപ്പുറം കിടക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടാൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ടാൻ a plus b equal to ടാൻ 45 വാല്യൂ എന്താണ്? 1 ആണ്. ഇനി ടാൻ a plus b എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ a plus b ടാൻ a plus ടാൻ b ഓൾ ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ a ടാൻ b ആണ്. ദാറ്റ് ഈക്വൽ ടു 1 നമുക്ക് 1/1 എന്ന് എഴുതാമല്ലോ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ടാൻ a പ്ലസ് ടാൻ b ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ആരാണ്? ടാൻ a പ്ലസ് ടാൻ b ഈക്വൽ ടു അതുപോലെ 1 മൈനസ് ടാൻ a ടാൻ b 1 ഇൻറ്റു നമുക്ക് എന്തുകൊണ്ടാണ് ആൻസർ? 1 മൈനസ് ടാൻ a ടാൻ b. അപ്പോൾ എന്തിനാണ് ഇവിടെ കണ്ടുപിടിക്കാൻ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊന്നും അല്ല. നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എന്താണ്? 1 പ്ലസ് ടാൻ a ഇൻറ്റു 1 പ്ലസ് ടാൻ b ഈക്വൽ ടു എന്ന് പ്രൂവ് ചെയ്യണം. 2 എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇതിൻ്റെ LHS പാർട്ട് എടുക്കാം. LHS പാർട്ടാണ് LHS പാർട്ട് 1 പ്ലസ് ടാൻ a ഇൻറ്റു 1 പ്ലസ് ടാൻ b. നമുക്കിവിടെ എന്ത് ചെയ്യാം? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? അപ്പോൾ എന്താണ്? 1 ഇൻറ്റു 1. അതായത് 1നെ എന്ത് ചെയ്യാം? 1നെ 1/0 1നെ ടാൻ b /0 അതുപോലെ ടാൻ a എന്ത് ചെയ്യും നമ്മൾ? 1/0 ടാൻ a ടാൻ b എന്ത് ചെയ്യും നമ്മൾ? മൾട്ടിപ്ലൈ. ഇപ്പോൾ ഇവിടെ എന്താണ് ആദ്യം? 1 ഇൻറ്റു 1. 1 ഇൻറ്റു 1 എന്താണ് ആൻസർ? 1 ഇൻറ്റു 1 ആൻസർ 1. 1 ഇൻറ്റു ടാൻ b എന്താണ്? പ്ലസ് ടാൻ b. അടുത്ത ടാൻ a ഇൻറ്റു 1 എന്താണ്? പ്ലസ് ടാൻ a പ്ലസ് ടാൻ a ടാൻ b എന്താണ്? ടാൻ a ഇൻറ്റു ടാൻ b എന്ന് പറയുന്നത് എന്താണ്? ടാൻ a ടാൻ b. ഇപ്പോൾ 1 പ്ലസ് ഇവിടുത്തെ ഈ ടാൻ a ടാൻ b കൂടെ നമുക്ക് ഇവിടെ ആരെ അപ്ലൈ ചെയ്യാം? ടാൻ a ടാൻ b നമുക്ക് എന്തെന്ന് അറിയാം? 1 മൈനസ് ടാൻ a ടാൻ b എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ ടാൻ a പ്ലസ് ടാൻ b കൂടെ നമുക്ക് ആരെ അപ്ലൈ ചെയ്യാം? 1 മൈനസ് ടാൻ a ടാൻ b എന്ന് അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഉള്ളത് ആരാണ്ടാ? ടാൻ a ടാൻ b. നോക്കിക്കേ, ഇവിടെ എന്താണ്? മൈനസ് ടാൻ a ടാൻ ബിയും പ്ലസ് ടാൻ a ടാൻ ബിയും ഒരേ സാധനം ഡിഫറൻറ്റ് സിമ്പിളും അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഫൈനൽ 1 പ്ലസ് 1 എന്നുള്ള ആൻസർ കിട്ടും. എന്താണ് ആൻസർ? 2. ദാറ്റ് ഈസ് ഈക്വൽ ടു RHS.